ഈ നട്ട പാതിരയ്ക്ക് വന്നിട്ട് എനിക്ക് പ്രാന്തൊന്നുമില്ല. പക്ഷെ ഞാൻ ഒരു കാര്യം പറയാം, പോക്കരിത്തനം പിടിച്ച പരിപാടി മാത്രം കാണിക്കല്. നാളെ നിങ്ങൾ രാവിലെ എമ്പുരാ സിനിമ കാണാൻ പോയിട്ട് ഇൻട്രോയും സ്റ്റോറിയും ഇങ്ങനെ കിട്ടി മോഹൻലാൽ ഇതാ വരുന്നു എന്നും പറഞ്ഞ് സ്റ്റോറിയൊക്കെ ഇട്ട് വെറുതെ നിങ്ങൾ അത് സ്പോയിൽ ചെയ്യല്. കാര്യം വെച്ചാൽ ടിക്കറ്റ് കിട്ടാത്ത ഒരുപാട് പേരുണ്ട്. അപ്പൊ അവർക്ക് വേണ്ടി നിങ്ങൾ ഇങ്ങനെ കാണിച്ചു കൊടുത്ത് നിങ്ങൾ ഹൈപ്പ് ആക്കരുത് പ്ലീസ്. കാല് പിടിക്കുക. ഇപ്പൊ സിനിമ കൊള്ളൂലെങ്കിൽ പോലും അത് കൊള്ളൂലെന്ന് പോലും പറയണ്ടവരോടോ, മനസ്സിലായോ? ഞാൻ പറഞ്ഞ വേറൊന്നും കൊണ്ടല്ല. ഇപ്പൊ പറയും പൈസ കൊണ്ട് കളയണം, മറ്റേത് കൊണ്ട് കളയണം, അങ്ങനെയൊന്നുമില്ല. നമ്മൾ മോഹൻലാലിന്റെ കൂടെ ശകല ഇഷ്ടം കൂടുതലായതുകൊണ്ട് തന്നെ മോഹൻലാലിന്റെ നല്ലൊരു പടം കാത്തിരിക്കുകയാണ്. ആ കാത്തിരിക്കുന്ന ഒരു പടവും കൂടെയാണ് എമ്പുരാൻ 2. അപ്പൊ നിങ്ങളായിട്ട് സത്യം പറഞ്ഞാൽ അത് സ്പോയിൽ ചെയ്ത് അതിന്റെ ഒരു റേറ്റിംഗ് കൊണ്ട് കളയരുത്. അത്ര എനിക്ക് പറയുള്ളൂ. ടിക്കറ്റ് കിട്ടാത്ത ഒരുപാട് പേരുണ്ട്. അവർക്കൊന്ന് ഫസ്റ്റ് ഷോയ്ക്ക് പോയി കണ്ട ആ സിനിമ എന്താണെന്നൊന്നും മനസ്സിലാവില്ല. കൂളും ബഹളവും ആയിരിക്കും. അപ്പം ഫാൻസുകാരെയും കുറ്റം പറയണല്ല, എല്ലാവർക്കും മോഹൻലാലിന് ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ പറയാണ്, നിങ്ങൾ വെറുതെ സ്പോയിൽ ചെയ്യില്ലേ. എനിക്ക് അത്രേ പറയുള്ളൂ. ശരി.